morning, my dear students. Welcome back to our story. We were discussing about Bashir's Bhumiyude Avakashigal. Bashir is the narrator of the story. In this story, Bashir is the owner of a 2-acre plot. Many trespassers like birds, butterflies, snakes entered into his compound without his permission. Okay, is it clear? Now, let's move on to the rest of the story. Look at the picture. Who are they? Yes, Bashir and his wife. What are they doing? They are having a conversation. Let's find out what they are talking about. Okay, my wife said, the jackfruit has ripened. Squirrels and crows are feasting on it. The guavas and mangoes. Birds and bats are eating up everything. എന്താണ് ഇവിടെ ബഷീറിൻ്റെ വൈഫ് പറയുന്നത്? ജാക്ക് ഫ്രൂട്ട്, ഗോവാസ്, മാംഗോസ് ഇതെല്ലാം പഴുത്ത് പാകമായിട്ടുണ്ട് അല്ലേ? ഫലങ്ങളെല്ലാം പഴുത്ത് പാകമായാൽ ആരാണത് കൊത്തി തിന്നാനായിട്ട് വരുന്നത്? സ്ക്യുറൽസ്, ക്രോസ്, ബാറ്റ്സ് അല്ലേ? ഇതെല്ലാം അവ തിന്നു തീർക്കുകയാണ്. ബഷീറിൻ്റെ വൈഫ് ഇത് പറഞ്ഞപ്പോൾ എന്തായിരുന്നു ബഷീറിൻ്റെ റിപ്ലൈ? ദാറ്റ് ഈസ് ദി ബ്യൂട്ടി ഓഫ് ഇറ്റ് അല്ലേ? അതാണ് അതിൻ്റെ ഒരു സൗന്ദര്യം. പ്രകൃതിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അതാണ്. Bashir replied, God has created variety of things in this universe: fruits, edible roots, grass, grain, flowers, water, air, warmth and light. God എന്തെല്ലാമാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? എന്തെല്ലാമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്? ഈ ലോകത്തിലെ, ഈ യൂണിവേഴ്സിലെ ഗോഡ് എന്തെല്ലാമാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? ഫ്രൂട്ട്സ്, എഡിബിൾ റൂട്ട്സ്, ഗ്രാസ്, ഗ്രെയിൻ, ഫ്ലവേഴ്സ്, വാട്ടർ, എയർ, വാംത്ത്, ലൈറ്റ് അല്ലേ? വൈൽ വി ആർ ദി ഓണേഴ്സ് ഓഫ് ദിസ് ലാൻഡ് വിത്തൗട്ട് എ ഡൗട്ട്. നമുക്ക് യാതൊരു സംശയവുമില്ല, നമ്മൾ തന്നെയാണ് അതിൻ്റെയൊക്കെ ഓണേഴ്സ് അല്ലേ, ഉടമസ്ഥര്. ദി ബേർഡ്സ്, ബീസ്റ്റ്, റെപ്റ്റൈൽസ് ആൻഡ് ഇൻസെക്ട്സ് ടു ഹാവ് എ റൈറ്റ് ടു ദീസ് തിങ്സ് ജസ്റ്റ് ആസ് വി ഹാവ്. പക്ഷെ നമ്മളെപ്പോലെ തന്നെ ഈ ലാൻഡിലെ ആർക്കും കൂടി അവകാശമുണ്ട്, ബേർഡ്സിനും ബട്ടർഫ്ലൈസിനും ഇൻസെക്ട്സിനുമെല്ലാം. ഗോഡ് ഹാസ് മെയ്ഡ് ദം ഫോർ ഓൾ ദി ക്രീച്ചേഴ്സ് ആൻഡ് വി ഹാഡ് ബെറ്റർ റിമെമ്പർ ദാറ്റ് ഒക്കേഷണലി. ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും കൂടി വേണ്ടിയാണ്. മനുഷ്യനത് ചിലപ്പോഴൊക്കെ ഓർമ്മിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് ബഷീർ പറയുന്നത്. ആർ യു സേയിങ് റാറ്റ്സ് ഹാവ് എ റൈറ്റ് ആസ് വെൽ? മൈ വൈഫ് ആസ്ക്ഡ്. എന്താണ് ബഷീറിൻ്റെ വൈഫ് ഇവിടെ ചോദിക്കുന്നത്? ആർ യു സേയിങ് റാറ്റ്സ് ഹാവ് എ റൈറ്റ് ആസ് വെൽ? റാറ്റ്സിനും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ടോ? ദേ ഡോണ്ട് സീം ടു തിങ്ക് വി ഹ്യൂമൻസ് ഹാവ് എനി. ദേ ഗോ അബൌട്ട് ആസ് ദോ ദി എർത്ത് ബിലോങ്സ് ടു ദം, ഷീ സെഡ്. അവരെ മനുഷ്യനെക്കുറിച്ചൊന്നും തന്നെ ചിന്തിക്കുന്നില്ല. എന്തു ചെയ്യുന്നു? അവരെന്താണ്, അവരുടേതാണ് ഈ ലോകം എന്നാണ് അവരെ ചിന്തിക്കുന്നത്. സോ വി ഗോ അറൗണ്ട് കില്ലിങ് ദം. അതുകൊണ്ട് ബഷീറിൻ്റെ വൈഫ് എന്താണ് ഡിസൈഡ് ചെയ്യുന്നത്? റാറ്റ്സിനെ കൊല്ലാനായിട്ട് തീരുമാനിക്കുകയാണ്. ഹൗ സാഡ് ദാറ്റ് വി കിൽ റാറ്റ്സ് ടു ലെറ്റ് അവർ ഓൺ ലൈഫ് അൺഡിസ്റ്റർബ്ഡ്. നമ്മളുടെ ലൈഫിലെ നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന സാധനങ്ങളെ കൊല്ലുക എന്നത് ബഷീറിന് വളരെയധികം വേദനാജനകമായിട്ട് തോന്നുകയാണ്. വാട്ട് വി നീഡ് ഈസ് എ ന്യൂ സയൻറ്റിഫിക് വേ ഓഫ് ലിവിങ്, എ ന്യൂ വേ ദാറ്റ് ഹെൽപ്സ് അസ് ടു ലിവ് വിത്തൗട്ട് കില്ലിങ് എനി ലിവിങ് ക്രീച്ചർ. അപ്പോൾ നമുക്ക് എന്താവശ്യമായിട്ട് വന്നിരിക്കുകയാണ്? ഒരു സയൻറ്റിഫിക് വേ ഓഫ് ലിവിങ് അല്ലേ? ഒരു പുതിയ സയൻറ്റിഫിക് വേ ഓഫ് ലിവിങ്. അത് നമ്മളെ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? ടു ലിവ് വിത്തൗട്ട് കില്ലിങ് എനി ലിവിങ് ക്രീച്ചർ.
അല്ലെ, ലിവിങ് ക്രീച്ചറിനെ ഒന്നും തന്നെ കൊല്ലാതെ ജീവിക്കാനായിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. എനിവേ ഐ ഹാഡ് നോ ടേസ്റ്റ് ഫോർ കില്ലിംഗ് റാറ്റ്സ് ഓർ എനിത്തിങ് എൽസ്. ബഷീറിനെ ഒരു ജീവജാലങ്ങളെയും തന്നെ കൊല്ലുന്നത് ഇഷ്ടമായിരുന്നില്ല. While that was so, however, I had to do something soon about our coconuts. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി എനിക്ക് കോക്കനട്ട്സിനെ അല്ലെങ്കിൽ തേങ്ങകളെ സംരക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. വി നീഡഡ് ദം. എന്തുകൊണ്ടാണ്? ദേ ഫോംഡ് എ പാർട്ട് ഓഫ് അവർ ഡെയിലി ഫുഡ്. ബട്ട് വാട്ട് കുഡ് ഐ ഡു? ഐ വണ്ടേഡ്. അവരുടെ ഒരു വരുമാന മാർഗമാണ് ഈ കോക്കനട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ബഷീർ ചിന്തിക്കാനായിട്ട് തുടങ്ങി. അല്ലേ, എലികളിൽ നിന്നും അതിനെ എങ്ങനെ രക്ഷിച്ചെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നു. വൈൽ ഐ വാസ് സ്റ്റിൽ വണ്ടറിങ്, മൈ വൈഫ് ഡിസൈഡഡ് ടു ടേക്ക് തിങ്സ് ഇൻ ടു ഹെർ ഓൺ ഹാൻഡ്സ് വൺ ഡേ. ബഷീർ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് അവരുടേതായ നിലയ്ക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ്. ഷീ വെൻറ്റ് ഷോപ്പിംഗ് ഫോർ 2 hours ആൻഡ് ബോട്ട് മെനി തിങ്സ്. അവർ 2 മണിക്കൂർ ഷോപ്പിങ്ങിന് പോയി പല വസ്തുക്കളും വാങ്ങിക്കൊണ്ടുവന്നു. വൺ വാസ് എ ലാർജ് ടിൻ ഓഫ് റാറ്റ് പോയ്സൺ. എന്തായിരുന്നു അതിലൊന്ന്? എ ലാർജ് ടിൻ ഓഫ് റാറ്റ് പോയ്സൺ. ദി പോയ്സൺ വാസ് മിക്സ്ഡ് വിത്ത് ബനാനാസ്, റൈസ്, ടാപ്പിയോക്ക ആൻഡ് ലെഫ്റ്റ് എവരിവെയർ ഇൻ ദി കോമ്പൗണ്ട്. ഈ പോയ്സൺ അവരെന്തിലൊക്കെ മിക്സ് ചെയ്തത്? ബനാനയിലും റൈസിലും ടാപ്പിയോക്കയിലും മിക്സ് ചെയ്ത് കോമ്പൗണ്ടിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് വെക്കുകയാണ്. ഇൻ 4 days 5 hens, 12 squirrels, 200 rats and a cat disappeared. 4 ദിവസത്തിനുള്ളിൽ എന്തൊക്കെയാണ് ഡിസപ്പിയർ ആയത്? എന്തൊക്കെയാണ് അപ്രത്യക്ഷമായത്? 5 hen, 12 squirrels, 200 rats and a cat. ഇതെല്ലാം അപ്രത്യക്ഷമായി. ബട്ട് ദി ടെൻഡർ കോക്കനട്ട്സ് വെൻറ്റ് ഓൺ ഫോളിങ്. ഇതെല്ലാം ഡിസപ്പിയർ ആയെങ്കിലും ടെൻഡർ കോക്കനട്ട്സ് വീഴുന്നത് കണ്ടിന്യൂ ചെയ്തിരുന്നു. എവരി വൺ നൗ എക്യൂസ്ഡ് ദി ഔൾസ്. എല്ലാവരും ഏതിനെയാണ് കുറ്റപ്പെടുത്തിയിരുന്നത്? ഔൾസ്. അല്ലേ, എന്താ ഔൾ? മൂങ്ങ. ദേ പെക്ക് അറ്റ് ദി ടെൻഡർ കോക്കനട്ട്സ്. അവർ ടെൻഡർ കോക്കനട്ട്സ് കൊത്തിയിടാറുണ്ട്. A few months later, however, the real culprits were found out. The bats. കുറച്ച് മാസങ്ങൾക്ക് ശേഷം യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തി. Who were destroying the cats? ആരാണത്? The bats. അല്ലേ, എന്താ ബാറ്റ്സ് എന്ന് പറഞ്ഞാൽ? വവ്വാലുകൾ. After dusk, huge bats came in swarms and flew straight to the palms where the tender coconuts hang. After dusk, സന്ധ്യ കഴിഞ്ഞാൽ ഹ്യൂജ് ബാറ്റ്സ് കൂട്ടത്തോടെ വന്ന് എവിടെയാണ് പറ്റി പിടിച്ച് കിടക്കുന്നത്? ടെൻഡർ കോക്കനട്ട്സ്, അല്ലേ, ഇളനീരിൻ്റെ മുകളിൽ. ക്ലിങ്ങിങ് ടു ദി ഔട്ടർ കവറിങ്സ് ഓഫ് ദി കോക്കനട്ട്സ്, they gnawed into them from the softest sides at the top. അതിനുശേഷം അവരതിൻ്റെ മുകളിൽ വന്ന് എന്ത് ചെയ്യാണ്? ഗ്നോഡ്. ഗ്നോഡ് എന്ന് പറഞ്ഞാൽ കാർന്ന് തിന്നാണ്, അല്ലേ, അതിൻ്റെ സോഫ്റ്റ് സൈഡ് കാർന്ന് തിന്നാനായിട്ട് തുടങ്ങും. വെൻ ദേ ഹാഡ് കട്ട് ത്രൂ ദി കെർണൽ വിത്തിൻ, ദേ സക്ഡ് ഔട്ട് ദി സ്വീറ്റ് നറിഷിംഗ് വാട്ടർ സ്റ്റോർഡ് ഇൻസൈഡ് ആൻഡ് ഫ്ലൂ അവേ സാറ്റിസ്ഫൈഡ്. പിന്നീട് അവരെന്താ ചെയ്യുന്നത്? അതിലുള്ള നറിഷിംഗ് വാട്ടർ, അല്ലേ, ആ പോഷക സമ്പുഷ്ടമായ ആ വെള്ളം, ആ കരിക്കിൻ വെള്ളം, അത് സക്ക് വലിച്ചു കുടിച്ചതിന് ശേഷം പറന്നു പോകുന്നു, അല്ലേ, വളരെ സംതൃപ്തിയോട് കൂടിയിട്ടാണ് പറന്നു പോകുന്നത്. ലെറ്റ്സ് ബൈ എ ഗൺ, സെഡ് മൈ വൈഫ്. വി ക്യാൻ ഷൂട്ട് ദി ബാറ്റ്സ്, ദി ഫോക്സ് ആൻഡ് ദി പോൾ കാറ്റ്സ് വിത്ത് ഇറ്റ്. ബഷീറിൻ്റെ വൈഫ് എന്താ പറയുന്നത്? നമുക്ക് എന്ത് വാങ്ങണം എന്നാണ് പറയുന്നത്? ലെറ്റ്സ് ബൈ എ ഗൺ, അല്ലേ, ഗണ്ണ് വാങ്ങണം എന്ന്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ വാട്ട്? വി ക്യാൻ ഷൂട്ട് ദി ബാറ്റ്സ്, ഫോക്സ് ആൻഡ് ദി പോൾ കാറ്റ്സ്. അതുകൊണ്ട്
ബാറ്റ്സിനെയും ഫോക്സിനെയും പോൾ കാറ്റ്സിനെയും ഷൂട്ട് ചെയ്യാനായിട്ടാണ്. പോൾ കാറ്റ്സ് മീൻസ് എന്താണ് അതിൻ്റെ അർത്ഥം? വെരുക് അല്ലേ? നോട്ട് മീ, ഐ സെഡ് ഗൺസ് ഷുഡ് നെവർ ഹാവ് ബീൻ ഇൻവെൻറ്റഡ്. എന്താ ബഷീർ പറയുന്നത്? ഞാനില്ല അല്ലേ ഗൺസ് കണ്ടുപിടിക്കാതിരുന്നെങ്കിൽ. ബട്ട് അലാസ്, എ ഫ്യൂ ഡേയ്സ് ലേറ്റർ മൈ വൈഫ്സ് കസിൻ ടേൺഡ് അപ്പ് വിത്ത് എ ഗ്രിം ലുക്കിംഗ് ഗൺ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബഷീറിൻ്റെ വൈഫിൻ്റെ കസിൻ എന്ത് കൊണ്ടുവരികയാണ്? നല്ലൊരു തോക്ക് കൊണ്ടുവരികയാണ്. ഹി സെഡ് നിയർലി 3000 കോക്കനട്ട്സ് ആർ ഡിസ്ട്രോയിഡ് എവറി ഡേ. എല്ലാ ദിവസവും ഏകദേശം 3000-ഓളം കോക്കനട്ട്സ് ഈ ബാറ്റ്സ് ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്, ബാറ്റ്സ് നശിപ്പിക്കുന്നുണ്ട്. ദീസ് ബാറ്റ്സ് ആർ ദി പെസ്റ്റ് അല്ലേ? ഈ ബാറ്റ്സ് ആണ് ഈ കുഴപ്പക്കാർ. ബട്ട് ദർ ഈസ് നോ പോയിന്റ് ഇൻ ഷൂട്ടിംഗ് ബാറ്റ്സ് ഡൗൺ അറ്റ് ദിസ് സ്പോട്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ബാറ്റ്സിനെ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓൺ എ ലിറ്റിൽ ഐസ്ലെറ്റ് നിയർ ബൈ സ്റ്റാൻഡ്സ് ആൻ ഓൾഡ് ടെമ്പിൾ. പഴയ ഒരു ടെമ്പിളിൻ്റെ, പഴയ ഒരു അമ്പലത്തിൻ്റെ അടുത്ത് എന്തുണ്ട്? എ ലിറ്റിൽ ഐസ്ലെറ്റ്, ഒരു സ്മോൾ ഐലൻഡ് ഉണ്ട്. നെക്സ്റ്റ് ടു ഇറ്റ് ഗ്രോ എ പെയർ ഓഫ് ബന്യാൻ ട്രീസ്. അതിൻ്റെ അടുത്തായിട്ട് 2 ബന്യാൻ ട്രീസ് ഉണ്ട്. യു ക്യാൻ സീ അറ്റ്ലീസ്റ്റ് 3000 bats hanging on the trunks of the banyan trees. ഈ ബന്യാൻ ട്രീസിൻ്റെ കൊമ്പുകളിലെ ബാറ്റ്സ് തൂങ്ങിക്കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഐ ആം ഗോയിങ് ടു കിൽ ദം ഓൾ. ഞാൻ എന്ത് ചെയ്യാനായിട്ട് പോവുകയാണെന്നാണ് പറയുന്നത് അവർ. എന്താണ് അവർ പറയുന്നത്? അതിനെല്ലാം കൊല്ലാനായിട്ട് അല്ലേ? ഐ പ്രേയ്ഡ് ഫർവൻലി. ബഷീർ വളരെ ഇമോഷണലായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഓ ബാറ്റ്സ്, ബാറ്റ്സ് സേവ് യുവർ ലീവ്സ്. നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടുകൊള്ളുക അല്ലേ? ബാറ്റ്സിനോട് പറയാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്തുക. ഇറ്റ് വാസ് അസ്റ്റോണിഷിങ്, ഇറ്റ് വാസ് വെരി സർപ്രൈസിങ്, ഇറ്റ് വാസ് എ മിറാക്കിൾ അല്ലേ? ഒരു അത്ഭുതം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവിടെ അത്ഭുതം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? ദി ബാറ്റ്സ് വേർ സേവ്ഡ്. ബാറ്റ്സ് എല്ലാം രക്ഷപ്പെട്ടു. മൈ വൈഫ് ആൻഡ് ഹെർ കസിൻ കെയും ബാക്ക് ഇൻ അബൌട്ട് 2 hours ടൈം ലുക്കിംഗ് റിയലി സ്കെയേർഡ്. ബഷീറിൻ്റെ വൈഫും അതുപോലെ തന്നെ അവരുടെ കസിനും തിരിച്ചു വരികയാണ്. വളരെയധികം പേടിച്ചിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. മൈ വൈഫ് സെഡ് വി ജസ്റ്റ് മാനേജ്ഡ് ടു എസ്കേപ്പ് നാരോലി. ദർ ആർ സം ഹൗസസ് അറൗണ്ട് ദി ടെമ്പിൾ. അല്ലേ, ഞങ്ങൾ അവിടുന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു വരികയാണ്. ഈ ടെമ്പിളിൻ്റെ ചുറ്റും കുറച്ച് വീടുകളുണ്ട്. വെൻ വി അറൈവ്ഡ് അറ്റ് ദി പ്ലേസ് 100 people വിത്ത് വെപ്പൺസ് സറൗണ്ടഡ് us വിത്തിൻ മിനിറ്റ്സ്. ബഷീറിൻ്റെ വൈഫും അവരുടെ കസിനും ആ ടെമ്പിളിൻ്റെ അവിടെ എത്തിച്ചേർന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും 100 കണക്കിന് ആൾക്കാർ ആയുധങ്ങളുമായിട്ട് അവരെ ചുറ്റും കൂടുകയാണ്. ദേ ലുക്ക്ഡ് മെനേസിങ്. മെനേസിങ് മീൻസ് ത്രറ്റനിങ്. അവർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന പോലെയാണ് നോക്കിയിരുന്നത്. ഇഫ് യു ഷൂട്ട് അറ്റ് ദി ബാറ്റ്സ് ദേ സെഡ് ദേ വുഡ് കിൽ us. എന്താണ് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ പറഞ്ഞത്? ബഷീറിൻ്റെ വൈഫും അവരുടെ കസിനും ഈ ബാറ്റ്സിനെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള ജനങ്ങൾ എന്ത് ചെയ്യുമെന്ന്? ഇവരെ കൊല്ലും അല്ലേ? ബഷീറിൻ്റെ വൈഫിനെയും കസിനെയും കൊല്ലും എന്നാണ് ഭീഷണിപ്പെടുത്തുന്നത്. ഡു യു നോ വൈ? എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയാനെന്ന് നമുക്കറിയുമോ? ഡു യു നോ വൈ? എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറയാനായിട്ട് കാരണം എന്ന് നിങ്ങൾക്കറിയോ? They believe that bats are the souls of their ancestors. എന്തുകൊണ്ടാ അവർ വിശ്വസിച്ചിരുന്നത്? ബാറ്റ്സ് അവരുടെ പൂർവികരുടെ ആത്മാവാണെന്നാണ്. ആൻസിസ്റ്റേഴ്സ് എന്ന പൂർവികർ, അവരുടെ ആത്മാവാണ് ഏത്? ബാറ്റ്സ് എന്നാണ് അവിടെയുള്ള ജനങ്ങൾ വിശ്വസിച്ചിരുന്നത്. ഐ ടുക്ക് എ ഡിസിഷൻ. അല്ലേ, ബഷീർ എന്താ ഒരു തീരുമാനത്തിലെത്താണ്. ദെൻ ഐ സെഡ് ഫേംലി ബാറ്റ്സ് ആർ നോ ആൻസിസ്റ്റേഴ്സ് ഓഫ് അവേഴ്സ്. ബാറ്റ്സ് എന്തല്ല?
നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഒന്നല്ല, നമ്മുടെ പൂർവികരൊന്നല്ല. ബട്ട് ദേ ആർ എമംഗ് ഗോഡ്സ് കൗണ്ട്ലെസ് ക്രിയേഷൻസ്. പക്ഷെ അവ എന്താണ്? ദൈവത്തിൻ്റെ എണ്ണമറ്റ സൃഷ്ടികളിലൊന്നാണ്. ലെറ്റ് ദി കോക്കനട്ട്സ് ബി ഡിസ്ട്രോയിഡ്. കോക്കനട്ട്സ് എല്ലാം അവ ഡിസ്ട്രോയ് ചെയ്തോട്ടെ. ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ലെറ്റ് us be satisfied with what is left after they have taken their share. അവരെല്ലാം കഴിച്ച് ബാക്കിയുള്ളതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. They certainly have a right to the coconuts. അവർക്കും എന്തിൽ അവകാശമുണ്ട്? ഈ കോക്കനട്ട്സിലെ അവകാശമുണ്ട്. All living beings are the rightful inheritors of the earth. എല്ലാ ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണ് അല്ലേ? അവർക്കെല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം അല്ലേ? അതിലെ വസ്തുക്കൾ എടുക്കാനുള്ള അവകാശം ഉണ്ട് എന്നാണ് ബഷീർ പറയുന്നത്. ഓൾ ലിവിങ് ബീയിങ്സ് ആർ ദി റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദി എർത്ത്. എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവരെല്ലാവരും ഭൂമിയുടെ അവകാശികളാണ്. That's all for today's class. Read the textbook and clear your doubts. Meet you in the next class. Take care. Bye.